അങ്കിൾ പ്ലീസ് അങ്കിൾ അങ്കിൾ പ്ലീസ് പ്ലീസ് ഓ സോറി സോറി അങ്കിൾ പ്ലീസ് അങ്കിൾ പ്ലീസ് ഈ ഒരു ഹെൽപ്പ് ചെയ്യും അങ്കിൾ എങ്ങനെയെങ്കിലും ഈ ജോബ് മധുവിന് കിട്ടുന്ന പോലെ ചെയ്യണം പ്ലീസ് അങ്കിൾ ലൈഫിൽ ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല ഈ ഒരേ ഒരു ഹെൽപ്പ് ചെയ്യും അങ്കിൾ പ്ലീസ് അങ്കിൾ ഇത്രയ്ക്കൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നല്ലോ കാർത്തിക്. ഈ മധു ആരാ? എന്റെ ലവ് എന്റെ ലൈഫ് ഹായ് സോറി മധു രാത്രി പാർട്ടി തീരാൻ കുറച്ച് ലേറ്റായി ഹെൽത്ത് എങ്ങനെയുണ്ട് ഓക്കെയാണ്. ഇന്റർവ്യൂവിന് ലേറ്റ് ആവുന്നു. ഞാൻ പോയിട്ട് വരാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഐ മീൻ ഇന്റർവ്യൂവിന് ഞാൻ നിന്നെ കൊണ്ടുപോവാം. മധു ഓൾ ദ ബെസ്റ്റ്. കാർത്തിക്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനെങ്ങാനും നിങ്ങള് ഡിസ്റ്റർബ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല മധു. ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന്റെ സുഖം അത് കാത്തിരിക്കുന്ന ആൾക്കേ മനസ്സിലാവൂ. ബ്രോ വൺ കോഫി. പിങ്ക് കപ്സ് ഉണ്ടോ? യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കുക വലിച്ചെറിയുക. ഇവനൊക്കെ ഹായ് ജീനിയസ്, എനിക്ക് ജോബ് കിട്ടി. ഹേ കൺഗ്രാറ്റ്സ്. നമ്മളിപ്പോ ക്ലാസ്മേറ്റ്സ് അല്ല, കൊലീഗ്സ് ആണ്. ഫ്രണ്ട് ലവിൽ വീണു. കറക്റ്റാണോ? എന്റെ പ്രതീക്ഷ ഒരിക്കലും തെറ്റാറില്ല. നീ ഇപ്പൊ വേഗത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് മധുവിനോട് പറയേ.
കോഫി ഷോപ്പിൽ വെച്ച് കാണാം. ഓക്കെ മധു. നിങ്ങൾ ഓഫീസ് വർക്കിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞാ നിങ്ങളുടെ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വാ വാ, ഇത്രയും വൈകിയാണ് ഓഫീസിൽ വരുന്നത്. വാട്ട് ഇസ് ദ ടൈം നൗ? ശുക്ലാം ഭരതരം വിഷ്ണു. പൂജയുടെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. കുറച്ചൊക്കെ ഉത്തരവാദിത്വം ഉണ്ടാവണം. ചെയ്യുന്ന തൊഴിലാ ദൈവം. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആർ വെയിറ്റിംഗ്. മൂവ്, ടേക്ക്. ഓക്കെ സർ. വരൂ വരൂ. ആ ലക്ഷ്മി, ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരാം. വർക്കിനെ കുറിച്ചൊരു ടെൻഷനും ഇല്ല. ഓഫീസിൽ ഇപ്പൊ ആരാ ഉള്ളതെന്ന് അറിയോ? നമ്മുടെ പുത്രൻ കാർത്തി. ഹായ് മധു, ഞാൻ നിനക്ക് വേണ്ടി കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റ്സിൽ വന്നോളാം. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് എത്ര സന്തോഷമുള്ള കാര്യമെന്നറിയോ? ഓഫീസിലെ കുറച്ച് ജോലിയുണ്ട്. നാളെ കാണാം. എന്താടാ ഫ്രണ്ടേ, മധുവിന് ആശ്ചര്യം ഉണ്ടായോ? ഇല്ല വിളിച്ച, ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങളുടെ എൻഗേജ്മെന്റാ. ഇതുവരെയും പറഞ്ഞിട്ടില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറയാൻ അവസരം കിട്ടില്ല. തീർച്ചയായിട്ടും പറയാം വിളിച്ച. നീ എന്താടാ കിടന്ന് തപ്പുന്നത്? മധു തന്ന ഷർട്ട് എവിടെ പോയെന്ന് അറിയില്ല വിളിച്ച. ശരിയാടാ, ഞങ്ങളുടെ കാലത്തും നിങ്ങളുടെ കാലത്തും പ്രണയ രീതികളൊക്കെ ഒരുപോലെ തന്നെ. ഒന്നും മാറിയിട്ടേയില്ല. ഇന്നാ ഇതിട്ടിട്ട് പോയി പറയടാ. സാർ എവിടെയായിരുന്നു സാർ? 4 ദിവസമായിട്ട് ആളെ കണ്ടില്ലല്ലോ. ഫോൺ വിളിച്ചാലും റെസ്പോണ്ടും ചെയ്യുന്നില്ലല്ലോ. സാർ, ഒരു ഗുഡ് ന്യൂസ് സാർ. ഫോർ ദി വെരി ഫസ്റ്റ് ടൈം ഞാനും അതിലത്തെ കോഫി ഷോപ്പിലാണ് സാർ. ഇത്തവണ ജോബ് കിട്ടിയതിന് അവളാണ് സാർ എനിക്ക് ട്രീറ്റ് ചെയ്യുന്നത്. സാർ, ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് സാറിനാ. മധു വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് ജീനിയസ്, പക്ഷെ ശരിക്കുള്ള ജീനിയസ് നിങ്ങളാണ് കാർത്തിക് സാർ. സാർ എന്ന ഐഡിയ കാരണല്ലേ മധു ഇപ്പൊ എനിക്ക് സെറ്റ് ആകാൻ പോകുന്നത്. ഒരു സംശയമില്ല സാർ, നമ്മുടെ മിഷൻ സക്സസ്. ഞാൻ 5th സ്റ്റെപ്പിൽ എത്തിയെന്നാ സാർ തോന്നുന്നേ. സാർ, ഇനിയെങ്കിലും എന്റെ ലവ് ഞാൻ പറഞ്ഞോട്ടെ സാർ. ഹലോ ഹലോ, നിനക്കുള്ളത് ഇന്ന് തരാവടാ. ബിയർ ബാച്ച് അല്ലടാ, ലിക്കർ ബാച്ച്. അന്ന് ഞാൻ അറിയാതെ ചെയ്തു ഇതോ. സോറി പ്ലീസ് ബോസ്, ദയവ് ഇതൊന്ന് വിട്ടേക്കണം. പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്, പ്ലീസ് മനസ്സിലാക്ക്.
One second. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വന്നപ്പോ തൊട്ട് എന്റെ ലൈഫ് ആകെ മാറിപ്പോയി. എനിക്കും ലേറ്റ് ആയതുകൊണ്ട് സോറി ഒന്നും പറയണ്ട കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യുന്നു അറിഞ്ഞിട്ടും ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവുമല്ലേ? കോൾഡ് കോഫി നിങ്ങൾക്ക് ഇഷ്ടല്ലേ? സോറി മധു, അന്ന് പ്രപ്പോസ് ചെയ്ത് ഞാൻ ഒരുപാട് ഹേർട്ട് ചെയ്തു. ജീനിയസ്, അന്ന് നീ എനിക്ക് പ്രപ്പോസ് ചെയ്തപ്പോ ഞാനത് റിജക്ട് ചെയ്തു. എന്നാ ഇന്ന് ഞാനത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്.